അപ്പോൾ നമുക്ക് ഈ പോസ്റ്ററിന് ആവശ്യമായിട്ടുള്ള കുറച്ച് അസറ്റ്സുകളുണ്ട്. അത് നമുക്ക് ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. അതിനായിട്ട് ഏതെങ്കിലും ബ്രൗസർ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് സെർച്ചിൽ പോയിട്ട് വെക്റ്റർ സൺറൈസ് PNG എന്ന് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് സെർച്ച് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള ഒരു സർക്കുലർ ഷേപ്പിലുള്ള എലമെൻറ്റ് നമുക്ക് കാണാൻ പറ്റും. ഇതിൽ നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ തിരഞ്ഞെടുക്കുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമുക്ക് PNG ഫോർമാറ്റിലുള്ള റേസ് ആണ് വേണ്ടത്. PNG ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഫയലാണ് PNG ഫോർമാറ്റ്. PNG ഫോർമാറ്റിനെ പറ്റിയുള്ള വിശദമായ ഒരു വീഡിയോ നമ്മളുടെ ബോണസ് ഫോൾഡറിലുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും അത് കണ്ടിരിക്കണം. അപ്പോൾ നമുക്ക് ഇത് സെലക്ട് ചെയ്യാം. ഇനി നമുക്കിത് ഡൗൺലോഡ് ചെയ്യാം. അതിനായി ഹോൾഡ് ചെയ്ത് പിടിക്കുക. ശേഷം ഇതുപോലൊരു വിൻഡോ വരും. അതിൽ ഡൗൺലോഡ് ഇമേജ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഗാലറിയിൽ പോയി നോക്കിയാൽ നമ്മുടെ ഇമേജ് ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ഗ്രെയിൻ ടെക്സ്ചർ വേണം. ഓക്കെ, അതിന് നമ്മൾ വീണ്ടും ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഡസ്റ്റ് ഗ്രെയിൻ ടെക്സ്ചർ ബാക്ക്ഗ്രൗണ്ട് എന്ന് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ വരും. ഇതിൽ ഇമേജസിൽ പോയിട്ട് ഇതിൽ നമുക്ക് ആവശ്യം ഈ ഒന്നാമത്തേതാണ്, ഇതെടുക്കുക. ഇതുപോലെ ഏകദേശം സാമ്യമുള്ള ഒന്ന് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. ഇവിടെ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു ഹൈ ക്വാളിറ്റി ഫുഡിൻ്റെ ഫോട്ടോയാണ്. അതിനുവേണ്ടി ഞാൻ ഉപയോഗിക്കുന്ന വെബ്സൈറ്റാണ് ഫ്രീപിക്. ഫ്രീപിക്കിനെ പറ്റി വിശദമായ വീഡിയോ നമ്മൾ നമ്മുടെ ബോണസ് ഫോൾഡറിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളത് തീർച്ചയായും കണ്ടിരിക്കണം. സോ നമുക്ക് ഫ്രീപിക് എന്ന് സെർച്ച് ചെയ്യുക. ആദ്യം കാണുന്ന ഈ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ഇവിടെ സെർച്ചിൽ പോയിട്ട് ബിരിയാണി എന്ന് സെർച്ച് ചെയ്യുക. ഇവിടെ താഴെ ഫോട്ടോസ്, PSD, വെക്റ്റേഴ്സ് ഇതുപോലെ ധാരാളം ഓപ്ഷനുകളുണ്ട്. അതിൽ നമ്മൾ ഫോട്ടോസ് എന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ധാരാളം ഫോട്ടോസ് വരുന്നതായിരിക്കും. ഈ ഒരു ഗോൾഡൻ കളറിലുള്ള ഐക്കൺ പ്രീമിയമാണ്. അതായത് ഈ ഒരു ഇമേജ് നമുക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇതിൻ്റെ പ്രീമിയം സബ്സ്ക്രിപ്ഷൻ എടുക്കേണ്ടതുണ്ട്. അല്ലാത്തവയെല്ലാം നമുക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം. പക്ഷേ നമ്മൾ അതിൻ്റെ ക്രിയേറ്ററെ ആട്രിബ്യൂട്ട് ചെയ്യണം. അത് നമ്മൾ വിശദമായി നമ്മുടെ ഫ്രീപിക്കിൻ്റെ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ എന്തായാലും കാണുക. എന്നിട്ട് ആട്രിബ്യൂഷനെ പറ്റി മനസ്സിലാക്കുക. ഓക്കെ, ഈ ഒരു ഫോട്ടോ കൊള്ളാം. പക്ഷെ നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഈ ഒരു പ്ലേറ്റും അതിനുള്ളിലുള്ള ഫുഡും മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് കട്ട് ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ ഫ്രീപിക്ക് എന്ന ഈ ഒരു വെബ്സൈറ്റ് ചൂസ് ചെയ്തത്. കാരണം ഇതിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഇവിടെ മുകളിൽ നിങ്ങൾക്ക് കുറേ ഓപ്ഷൻസ് കാണാം. അതിൽ രണ്ടാമത് കാണുന്ന റിമൂവ് ബാക്ക്ഗ്രൗണ്ട് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇത്ര മനോഹരമായിട്ടാണ് അവരത് കട്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്കിത് ഡൗൺലോഡ് ചെയ്യാം. അതിനായി താഴെ കാണുന്ന ഡൗൺലോഡ് PNG എന്ന ബ്ലൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്തെങ്കിലും എലമെൻറ്റ്സ് കൊടുക്കാം. അതിനായി ഞാൻ കറി ലീവ്സ് എന്ന് കൊടുത്ത് നോക്കാം. നമുക്കിത് സെലക്ട് ചെയ്യാം. ഈ ഒരു ലീഫ് നമ്മുടെ ഡിസൈനിന് മാച്ച് ആവുമെന്ന് എനിക്ക് തോന്നുന്നു. ഇനി മാച്ച് ആകുന്നില്ലെങ്കിൽ നമുക്ക് പിന്നീട് വേറെ പുതിയത് അനുയോജ്യമായ ഒന്ന് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെയും ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യണം. അതിനുവേണ്ടി റിമൂവ് ബാക്ക്ഗ്രൗണ്ട് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക.
അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയിട്ടുണ്ട്. ഇനി താഴെ കാണുന്ന ഡൗൺലോഡ് PNG എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതും ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് കൂടെ ഡൗൺലോഡ് ചെയ്യാം. അതിനായി സെർച്ചിൽ പോയിട്ട് സിമ്പിൾ ഗ്രേഡിയൻറ്റ് റെഡ് ബാക്ക്ഗ്രൗണ്ട് എന്ന് ടൈപ്പ് ചെയ്യുക. ശേഷം സെർച്ച് ചെയ്യുക. ഇമേജസിൽ പോവുക. ഇതുപോലെ ധാരാളം ബാക്ക്ഗ്രൗണ്ടുകൾ നമുക്ക് ലഭിക്കും. നമുക്ക് ആവശ്യമായത് കിട്ടുന്നത് വരെ നമ്മൾ നോക്കിക്കൊണ്ടേയിരിക്കണം. അങ്ങനെ കുറേ നേരത്തെ തിരച്ചിലിന് ശേഷം ഈ ഒരു ഇമേജ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മുടെ ഡിസൈനിന് മാച്ച് ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ നമ്മുടെ ഡിസൈനിന് ആവശ്യമായ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ആസറ്റ്സുകൾ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമായത് കിട്ടുന്നത് വരെ നമ്മൾ തിരയേണ്ടി വരും. ഇനി നമുക്കിത് ഡൗൺലോഡ് ചെയ്യാം. അതിനായി നേരത്തെ ചെയ്ത പോലെ പ്രസ് ചെയ്ത് പിടിക്കുക. ഡൗൺലോഡ് ഇമേജ് എന്ന് കൊടുക്കുക. ഡൗൺലോഡ് കൊടുക്കുക. നമ്മുടെ ഇമേജ് ഡൗൺലോഡ് ആയിട്ടുണ്ട്.